ഇത് നമ്മുടെ സ്ട്രോബെറിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നിറച്ച് പൂവുകളും കായകളും ഉണ്ടാവും. നല്ല വലിപ്പം കൂടും കായ്ക്ക്. അതുപോലെ തന്നെ ചെടിക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. സ്ട്രോബെറി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം. ഇഷ്ടംപോലെ സ്ട്രോബെറീസ് ഉണ്ടാവാം. ഇതിപ്പോൾ കുറച്ച് കായകളൊക്കെ പൊട്ടിച്ചു. വേറൊരു കായണിത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കുറച്ച് വളങ്ങളൊക്കെ ചേർത്താൽ മതി, ധാരാളം ഉണ്ടാവും. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു തരം ചെടിയാണ് സ്ട്രോബെറി ചെടി. അപ്പോൾ നമ്മൾ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങണേന്ന് വെച്ചാൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ നോക്കി വാങ്ങിച്ചാൽ മതി. നമ്മുടെ ചെടി വളരെയധികം ഹെൽത്തിയാണ്. അതിൽ നല്ലോണം പൂ ഉണ്ടാവും. അതുപോലെ തന്നെ കായ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വരില്ല. നമുക്ക് വീട്ടിൽ തന്നെ രാസവളമൊന്നും ചേർക്കാത്ത നല്ല സ്ട്രോബെറീസ് നട്ടുപിടിപ്പിക്കുക. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. തണവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ സ്ട്രോബെറി ചെടി. അത് നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഹൈബ്രിഡ് ഇനം നോക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 40 ഗ്രാം വരെ തൂക്കമുള്ള സ്ട്രോബെറീസ് നമ്മുടെ ചെടിയിൽ ഉണ്ടാവും. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ചേർക്കേണ്ടത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ഇത് 3 ചേർത്ത് പോട്ടി മിക്സ് ചേർത്താൽ മതി. നല്ല ഈർപ്പുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം വാർന്നു പോകണം. ഇത് 2 ശ്രദ്ധിച്ചാൽ മതി. ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിക്കോളും. സെപ്റ്റംബർ ആഗസ്റ്റ് മാസത്തിൽ വേണം നമ്മൾ ചെടി നടാനായിട്ട്. പിന്നെ ഈ ചെടി നട്ട് കഴിയുമ്പോൾ ഡിസംബർ മാസത്തോട് കൂടിയിട്ടാണ് സ്ട്രോബെറീസ് ഉണ്ടാവുക, തണവുള്ള സമയത്ത്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ഈ ചെടിക്കിപ്പില്ല ഒരു വേര് വന്നിട്ട് അതിൽ നിന്നുള്ള വേറെ കുഞ്ഞു തൈ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയണം. എന്നാലാണ് നമ്മുടെ ചെടിയിൽ നിറവ് കായ ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിക്കണം. ഡിസംബർ മാസം ആകുമ്പോഴേക്കും റണ്ണർ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറീസ് നല്ല കായ് ഉണ്ടാവാനായിട്ട് നല്ലോണം സഹായിക്കുന്നതാണ്. അത് പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ജാം ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, സ്കാഷ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വിറ്റാമിൻ സിയുടെ കലവറയാണ് സ്ട്രോബെറീസ്. നല്ലോണം ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞുള്ളതാണ് നമുക്ക് ബോഡിക്ക് കിട്ടുന്നതാണ് സ്ട്രോബെറീസ്. പിന്നെ പൊട്ടാഷ്യം നല്ലോണം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലോണം ഫൈബേഴ്സ് അടങ്ങിയുള്ളതാണ് സ്ട്രോബെറീസ്. അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. വിടർന്ന് നിൽക്കുന്ന ഇലകളാണ് ചെടിയുടെ ആരോഗ്യം. ഇപ്പം നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തൈ വേണമെങ്കിൽ റണ്ണിങ് ആയിട്ട് ഇതിന്ന് കിട്ടുമല്ലോ, അതിന്ന് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ മൂത്ത് പഴുത്ത സ്ട്രോബെറി പഴം എടുത്തിട്ട് അതിൻ്റെ തൊലി ഭാഗങ്ങൾ ചെത്തിയെടുത്ത് അതിലൊക്കെ വിത്തുകളാണ്. അത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുളപ്പിച്ചിട്ടും നമുക്ക് സ്ട്രോബെറി തൈകൾ ഉണ്ടാക്കാൻ പറ്റും. 2 നേരം നനയ്ക്കേണ്ട ഒരു ചെടിയാണ് ഈ സ്ട്രോബെറി ചെടി. ഇപ്പം നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചെടിയുടെ ക്രൗൺ ഭാഗം എന്ന് പറയും. ആ ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. വെള്ളം 2 നേരം നനയ്ക്കേണ്ട ഒരു ചെടിയാണ് സ്ട്രോബെറി ചെടി. അതുപോലെ തന്നെ നല്ലോണം ഡ്രെയിനേജും വേണം. വെള്ളം നല്ലോണം വാർന്നു പോകണം. പിന്നെ നല്ലോണം തണവ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുപോലെ തന്നെ നല്ലോണം സൂര്യപ്രകാശം 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടണം. ചെറിയൊരു ഷെയ്ഡ് ഉണ്ടായാൽ കുഴപ്പമില്ല. നമ്മളൊരു ഗ്രീൻ ഷെയ്ഡ് കെട്ടിയിട്ട് അതിൻ്റെ താഴെ സ്ട്രോബെറി തൈ വെച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാര കെട്ടിയിട്ടും സ്ട്രോബെറീസ് നടാറുണ്ട്. ചാണപ്പൊടി നല്ലൊരു വളമാണ് നമ്മുടെ ചെടിക്ക്. ഒന്ന് കുത്തിയിളക്കി ഈ ചാണപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സ്ട്രോബെറിയിൽ നല്ലോണം കായകളുണ്ടാവും. നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. നമ്മൾ കടലപ്പിണ്ണാക്ക് തലേദിവസം വെള്ളത്തിയിട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ സ്ട്രോബെറിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നിറച്ച് പൂവുകളും കായകളും ഉണ്ടാവും. നല്ല വലിപ്പം കൂടും കായ്ക്ക്. അതുപോലെ തന്നെ വളരെയധികം കായ് ഉണ്ടാവാനും ചെടിക്ക് ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. നമ്മൾ അത് ചെടിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. സ്ട്രോബെറീസിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കായും പൂവൊക്കെ ഉണ്ടാകുമ്പോൾ മണ്ണിൽ മുട്ടാൻ പാടില്ല. മണ്ണിൽ മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കായും പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നൊന്നില്ലെങ്കിൽ ചകിരിപ്പൂഞ്ഞ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ഇതൊന്നും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഉണ്ടാവണ സ്ട്രോബെറീസും പൂവൊന്നും മണ്ണിൽ മുട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല. ഇതിപ്പോൾ ഈ സ്ട്രോബെറി നാശമായി തുടങ്ങി കണ്ടത്, ഇത്തിരി നാശമായി. നേരത്തെ മണ്ണിൽ മുട്ടിണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് പാവാന്നത് നല്ലതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം സ്ട്രോബെറീസിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന മുള്ളു പോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് വിത്ത്. അത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ തൈയായിട്ട് വരും. ചെടി നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. 10 ദിവസം ഇടപെട്ട് ഒരേ വളങ്ങളായിട്ട് നമ്മൾ ചേർക്കണം. എന്നാലാണ് നല്ല ഹെൽത്തി ആയിട്ട് കായ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു രോഗവും വരാത്ത ചെടിന് നമ്മുടെ സ്ട്രോബെറി ചെടി. ഇനി എങ്ങാനും വല്ലതും വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ നാട്ടിലും ഈസി ആയിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കേരളത്തിലും എല്ലായിടത്തും ഇതുപോലെ സ്ട്രോബെറി കൃഷി ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ സ്ട്രോബെറീസ് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം.